ഈരാറ്റുപേട്ട അസോസിയേഷൻ കൊച്ചിൻ ചാപ്റ്ററിന്റെ പ്രളയ ദുരിതാശ്വാസ ഫണ്ട് കൈമാറി. പ്രളയത്തിൽ നഷ്ടം സംഭവിച്ച വ്യാപാരികൾക്കാണ് ഫണ്ട് കൈമാറിയത്. വൈറ്റ് കാസിൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ആദ്യ ഗഡുവായ 10 ലക്ഷം രൂപ 78 കച്ചവടക്കാർക്ക് വിതരണം ചെയ്തു. വ്യാപാരികളുടെ ലിസ്റ്റ് ചാപ്റ്റർ പ്രസിഡന്റ് അൻവർ സാജു നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് VP നാസറിന് കൈമാറി. നൈനാർപള്ളി പ്രസിഡന്റ് PE മുഹമ്മദ് സക്കീർ, പുത്തൻപള്ളി പ്രസിഡന്റ് മുഹമ്മദ് സ്വാലിഹ്, മുഹിയുദ്ദീൻ പള്ളി പ്രസിഡന്റ് അഫ്സാറുദ്ദീൻ പുള്ളോലിൽ, PA ഹാഷിം, ഹബീബുല്ല ഖാൻ, അൻവർ അലിയാർ, KE റാഷിദ്, സുബൈർ വെള്ളാപ്പള്ളി, മിസ്ബാഹ് സലാം എന്നിവർ പ്രസംഗിച്ചു. പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. ഏതാണ്ട് അരമണിക്കൂറായി നമ്മുടെ ഈ മീറ്റിംഗ് തുടങ്ങിയിട്ട്. ഇനിയും നീണ്ടുപോയാൽ നിങ്ങൾക്ക് അസൗകര്യമാകുന്നതുകൊണ്ട് തന്നെ വളരെ ചുരുക്കി എന്റെ സംസാരം അവസാനിപ്പിച്ചു. ഈരാറ്റുപേട്ട കൊച്ചിൻ ചാപ്റ്റർ നമുക്കറിയാം. പ്രിയപ്പെട്ട അൻവർ സാജുവും അഡ്വക്കേറ്റ് പി മുഹമ്മദ് ഖാനും ലത്തീഫ് ഹുസൈനും അടക്കമുള്ള പ്രിയപ്പെട്ട വെള്ളാപ്പള്ളി സുബൈർ അടക്കം ഈരാറ്റുപേട്ടയിൽ നിന്നും വർഷങ്ങളായി തൊഴിലും ബിസിനസ്സും ഒക്കെയായി ബന്ധപ്പെട്ട് എറണാകുളം പ്രദേശത്ത് താമസിക്കുന്ന ആളുകളാണ്. ഈരാറ്റുപേട്ടയിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ വളരെ ആത്മാർത്ഥമായ ഒരു ഇടപെടൽ നടത്തുന്നതിന് വേണ്ടിയാണ് അവർ കൃത്യമായ കൂടിയാലോചനകൾ നടത്തി ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ ഈരാറ്റുപേട്ടയിൽ ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്നതിൽ എല്ലാവരും കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു മഴക്കെടുതിയാണ് കഴിഞ്ഞ ആഴ്ച പരിഹരിക്കുന്ന ആവശ്യാർത്ഥം വരുന്ന എല്ലാ മേഖലയിലും തനതായ സ്വഭാവം കാണിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ ആളുകളെ ചേർത്ത് പിടിക്കുന്നതിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി പ്രവർത്തിച്ചു വരുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈരാറ്റുപേട്ട നേരിട്ട ഏറ്റവും വലിയ പ്രളയം, അതിൽ എല്ലാം നഷ്ടപ്പെട്ടവരും അതേപോലെ താങ്ങും തണലുമായി ഉപജീവന മാർഗാർത്ഥമുണ്ടായ വ്യാപാരങ്ങളും വ്യവസായങ്ങളും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം നേരിടുന്നവരെ കുറിച്ച് പഠിക്കുകയും അതിൽ നിന്നും വളരെയേറെ കഷ്ടപ്പെടുന്ന ചെറുകിട വ്യാപാരികളെ അവരുടെ വ്യാപാരം, അവരുടെ തൊഴിലുകൾ പുനരാരംഭിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം മുൻനിർത്തിക്കൊണ്ട് ആദ്യത്തെ ഗഡു എന്ന നിലയിൽ ഏകദേശം 100ഓളം വരുന്ന ആളുകളെ അവരെ നമ്മൾ ലിസ്റ്റിൽ എടുത്തുകൊണ്ട് അവരെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ട് ആദ്യത്തെ രീതി എന്ന നിലയിൽ 10 ലക്ഷം രൂപയുടെ ധനസമാഹരണം നമ്മൾ ഇന്ന് വിതരണം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ടീം എമർജൻസിയുടെ ആൾക്കാരും അവരും ജീവൻ രക്ഷാ ഉപകരണങ്ങൾക്ക് വേണ്ടി നമ്മളോടൊരു ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. ടീം എമർജൻസിക്ക് വേണ്ടി 2,70,70,000 രൂപ നമ്മുടെ രക്ഷാധികാരിയായിട്ടുള്ള ഡോക്ടർ MA മുഹമ്മദ് നമ്മളുമായിട്ട് ആലോചിച്ചിട്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം അത് വിതരണം ചെയ്യുന്നതിനുള്ള നടപടിയും സ്വീകരിച്ചു. പോലെ ഇടവേട്ടക്കാരായ ആളുകൾ എറണാകുളത്ത് ജോലി ആവശ്യാർത്ഥോ അല്ലെങ്കിൽ കച്ചവട ആവശ്യത്തിനോ പോയി താമസിച്ചു കഴിഞ്ഞു. ഏതാണ്ട് 150-ലധികം കുടുംബങ്ങൾ ഉണ്ട്. ഇതിലുള്ള ഭൂരിഭാഗം ആളുകളും ഭൂരിഭാഗം ദിവസങ്ങളിലും എല്ലാ ശനിയും ഞായറും അവധി ദിവസങ്ങളിലൊക്കെ പേട്ടയ്ക്ക് വന്നു പോകാറുള്ള ആളുകളുമാണ്. അങ്ങനെ പേട്ടയുമായിട്ട് എറണാകുളത്ത് താമസമാണെങ്കിൽ പേട്ടയുമായിട്ട് വലിയ ഹൃദയബന്ധം സൂക്ഷിച്ചു വരുന്ന ആളുകളാണ് ഇവിടെ ഈരാറ്റുപേട്ട അസോസിയേഷൻ കൊച്ചി ചാപ്റ്റർ സംഘടനയിൽ അംഗങ്ങളായിട്ടുള്ളത്. ഇതൊരു മറ്റ് കാര്യങ്ങൾ നടത്തുന്ന ഒരു സംഘടന അങ്ങനെയൊന്നും അതല്ല. അതിന്റെ പ്രധാനമായ ഉദ്ദേശം ഒരു കൂട്ടായ്മ, ആളുകൾ തമ്മിൽ സമൂഹത്തിന്റെ ബന്ധമൊക്കെ കാത്തു സൂക്ഷിച്ചു പോകുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു സംഘടന രൂപീകരിക്കാനുണ്ടായ പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ ഐക്യത്തിലാണ് ഞങ്ങൾ ഈരാറ്റുപേട്ട കൊച്ചി ചാപ്റ്ററിൽ 150ഓളം കുടുംബങ്ങളാണ് ഈരാറ്റുപേട്ടയിൽ നിന്നും ജീവിതോപാധിയായിട്ട് കച്ചവട ആവശ്യത്തിനായും ജോലി ആവശ്യങ്ങൾക്കുമായിട്ട് എറണാകുളത്ത് താമസിക്കുന്നത്. അതുപോലെ തന്നെ അതുകൂടാതെ തന്നെ 150ഓളം നിലവിൽ പുതിയ
സംരംഭകർ എറണാകുളത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. പൊതുവെ നോക്കുകയാണെങ്കിൽ 300-ന് മേലെ കുടുംബങ്ങളാണ് ഇപ്പോൾ നിലവിൽ ഈരാറ്റുപേട്ടയിൽ നിന്നും എറണാകുളത്ത് വന്ന് താമസിക്കുന്നത്. ആ വെള്ളപ്പൊക്കം കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് തീരുമാനിച്ചു, അതായത് വൻകിട കച്ചവടക്കാർക്കൊക്കെ തീർച്ചയായിട്ടും അവർക്ക് കട രണ്ടാമത് റീബിൽഡ് ചെയ്യാനും റീസ്റ്റാർട്ട് ചെയ്യാനും സാധിക്കും. പക്ഷേ ചെറുകിട കച്ചവടക്കാര് അവരെ നമ്മൾ എങ്ങനെയെങ്കിലും എത്രയും വേഗം അവരുടെ കട പുനഃസ്ഥാപിക്കുവാനും അവരുടെ കച്ചവടം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചപ്പോൾ അവർക്ക് ആവശ്യമായ തുക, ഞങ്ങളാൽ കഴിയുന്ന തുക, അതായത് ഈ ഏറ്റുപടലിൽ നിന്ന് പോയ ആൾക്കാരിൽ നിന്ന് മാത്രമാണ് നമ്മൾ ക്യാഷ് വാങ്ങിച്ചിരിക്കുന്നത്. അതിനനുസരിച്ച് പറഞ്ഞ എല്ലാ ആൾക്കാരും ചോദിച്ച എമൗണ്ട് എത്രയാണ്, എങ്ങോട്ടാണ് ചോദിക്കുന്നത്, നമ്മുടെ എത്ര വേണം, ആ രീതിയിലാണ് നമ്മൾ സഹകരിച്ചത്. അത് നമ്മുടെ ഈരാറ്റുപേട്ടയുടെ മഹത്വമാണ്. ദുരിതാശ്വാസ ക്യാമ്പിൽ ഇവിടെ സംഘടിപ്പിച്ചിട്ടില്ല എങ്കിലും ഒരു ക്യാമ്പിൽ കഴിയുന്നത് പോലെ 5 ദിവസം മറ്റൊരു വീട്ടിൽ താമസിക്കുകയും തൊട്ടടുത്ത് വിവാഹിതനായ മകനും ഭാര്യയുമൊത്ത് പറവൂരിൽ നിന്ന് വന്ന നവവധുവുമൊത്ത് മറ്റൊരു വീട്ടിൽ 5 ദിവസങ്ങൾ കഴിച്ചു കൂട്ടുകയും ആ വീട്ടിൽ നിന്നും നമ്മുടെ ഭക്ഷണം കഴിക്കുകയും ചെയ്തുകൊണ്ട് നിലനിലേക്ക് പോലും സ്വന്തം വീട് ഉപയോഗിക്കാൻ കഴിയാത്ത നിലയിൽ കഴിഞ്ഞ ആ അവസ്ഥ എന്റെ സ്വന്തം ജീവിതത്തിലുള്ളത് കൊണ്ട് ഈ വെള്ളപ്പൊക്കത്തിന്റെ ദുരിതം എന്താണ് എന്ന് എനിക്ക് പൂർണ്ണമായ ബോധ്യം. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈരാറ്റുപേട്ടയിൽ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നടന്നു വരുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, ആ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് നൽകുന്ന ആശ്വാസത്തെ സംബന്ധിച്ച് വ്യക്തമായ അവബോധത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. 6ാമത്തെ ദിവസമാണ് വീട്ടിൽ കയറി താമസിക്കാൻ കഴിഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായത്.